പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. മുഖവരകളൊന്നും കൂടാതെ തിരുവെഴുത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് രക്ഷിക്കുന്ന ദൈവവും പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടവരും. രക്ഷിക്കുന്ന ദൈവവും പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടവരും എന്നുള്ള ഒരു ചിന്ത തന്ന് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു. അതിനാധാരമായി ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ഇയ്യോബിൻ്റെ കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിൽ നടന്നതായ ഒരു ചിന്ത, വേറെ ഒന്നും പറയുന്നില്ല, ദൈവവചന അടിസ്ഥാനത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഞാനത് വായിക്കാൻ താല്പര്യപ്പെടുന്ന തിരുവെഴുത്തെന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യമാണ്. രക്ഷിക്കുന്ന ദൈവവും പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടവരും, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇയ്യോബിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകാതെ ദൈവവചന ചിന്തയിലേക്ക് കടക്കുന്നു. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് സബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി നടക്കുക. കാരണം ദൈവജനം വളരെ പ്രതിസന്ധികളിൽ കൂടെ പോവാം. ഞാൻ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർത്തു പറയാം, പ്രതിസന്ധികളിൽ രക്ഷിക്കുന്ന ദൈവം, പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. ഇവിടെ കണ്ടോ, ദൈവം അറിയാതെ തലയിൽ ഒരു രോമം പോലും പൊഴിയത്തില്ല എന്ന് ആദ്യമേ ചിന്തിക്കുക. അപ്പോൾ അവിടെ ഇത്രയും പേര് വേലക്കാരെ സബായർ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി കൊല്ലുകയും ചെയ്തപ്പോൾ ഒരുവൻ രക്ഷപ്പെട്ടു. ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് ഇയ്യോബിനോട് പറയുക. നാം എല്ലാവരും ദൈവദാസന്മാർ, ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, എല്ലാ മേഖലകളിലും, ആത്മീയഗോളത്തിൽ, ഭൗതിക മേഖലകളിൽ, എല്ലാ മേഖലകളിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഞാനിവിടെ ഒരു ദൂതെടുത്ത് ആ ഭാഗം വിടുക. 3-4 കൂട്ടം പോയിൻ്റുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടും. അവിടെ ഒരുത്തൻ രക്ഷപ്പെട്ടു, ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. ഞാൻ പറയാം, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷേ അവിടുന്ന് നമ്മളെ മാറ്റുവാൻ, ആ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അത് എന്നെയും എൻ്റെ കുടുംബത്തെയും, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും
വളരെ പ്രതിസന്ധികളിൽ ഞങ്ങളെ വിടുവിച്ച നല്ല കർത്താവിന് മഹത്വം കരയറ്റുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ ദൈവഹിതമാണ് നിറവേറുന്നത്. അതിൻ്റെ പുറകിലത്തെ പശ്ചാത്തലം അറിയാം. ദൈവപുത്രന്മാർ ദൈവസേനയ്ക്ക് സാത്താനും അവരുടെ കൂടെ ചെന്ന് നിന്ന് നീ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ യോബ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ദൈവം തൊടാൻ ഏൽപ്പിച്ചിട്ടല്ലാതെ ഒന്നിനെയും തൊടത്തില്ല. ആ ഉറപ്പായിട്ട് ഞാൻ പറയുക. അതാ മത്തായി 10:30 പറഞ്ഞ ലൂക്കോസ് 12:6-7 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെയും കിടക്കുന്ന അങ്ങനെയാണ്. തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം അറിയാതല്ല അവിടെ അതൊക്കെ സംഭവിച്ചത്. ഒന്നാമത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും പ്രസംഗിക്കുന്ന വിഷയമുണ്ട. എൻ്റെ ചിന്താ വിഷയം അതല്ലല്ലോ. അതുകൊണ്ടാണ് രക്ഷിക്കുന്ന ദൈവവും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടവരും. അപ്പോൾ ഇവിടെ ഒരുത്തൻ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ പല പ്രതിസന്ധികൾ വന്ന് വായിച്ചു കേട്ടല്ലോ. നിങ്ങൾ വായിക്കുക. യോബിൻ്റെ പുസ്തകം 1:13 മുതൽ 15 വരെയുള്ള വാക്യം. രണ്ടാമത് 16 വാക്യമാണ് യോബിൻ്റെ പുസ്തകം 1:16. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. രണ്ടാമത്തെ വ്യക്തിയും പറയുന്നുണ്ടോ, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. അവിടെയും രക്ഷപ്പെട്ടു ഒരുത്തൻ. പ്രതിസന്ധികളിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ടു. ഞാൻ ഓടിച്ച് 3-4 പോയിന്റ് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന തന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. അടുത്തതായി 1:17 യോബിൻ്റെ പുസ്തകം 1:17. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. മൂന്നാമത്തെ വ്യക്തി, കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഞാൻ ഒരുത്തൻ മാത്രം. അപ്പം 3 പേരായി. പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച 3 പേർ. അടുത്ത 1:18. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. അപ്പോൾ ഇവിടെ 4 പേരായി. 4 പ്രതിസന്ധികൾ. ഈ 4 പ്രതിസന്ധികളിൽ നിന്നും ഈ 4 പേരെ വിടുവിച്ച അതേ ദൈവം. ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉയരാം. വിടുവിച്ച ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞു കുട്ടികളെയും വിടുവിപ്പാൻ ശക്തനല്ലേ? ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ കൊടുക്കണം. ഞാനിതെടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ വിഷയം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളിൽ ബാക്കിയുള്ളവരെ പോലെ 4 കാര്യത്തിലും പറയുന്നത് പോലെ അതിൽ കുടുങ്ങിപ്പോകാതെ രക്ഷപ്പെട്ടു വന്ന ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പറയണം, ഇവിടെ ആ പ്രതിസന്ധികളിൽ ആ ഒരു വ്യക്തിയെ വിടുവിച്ച ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വിഷയത്തിന്മേലും പരിഹാരം തരുവാൻ
സർവശക്തനായ ഒരു രക്ഷകനുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമെങ്കിൽ ഇവിടെ വിടുതൽ കിട്ടിയ അതേ ദൈവം നിങ്ങളുടെ ജോലിയിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, തലമുറകളിലാകട്ടെ, കടപ്പാരത്തിലാകട്ടെ, ഏത് വിഷയത്തിലും നമുക്ക് വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കേട്ട ഉടനെ എല്ലാവരും യോബിനെ കൈവിടപ്പെടുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പം മക്കളും പോയി, നന്മയും പോയി, സകലതും പോയി. യോബിൻ്റെ ശരീരത്തെ തൊട്ട് യോബിൻ്റെ ശരീരവും അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം, അവൻ്റെ അസ്ഥിയെ മാംസത്തെ തൊടാൻ എന്നെ അനുവദിക്കുന്ന സാത്താൻ പറയുന്നത്. നീ അവൻ്റെ അസ്ഥിയെ മാംസത്തെ ഒന്ന് തൊടാൻ സമ്മതിച്ചാൽ എന്നാ പറയുന്നത്. ദൈവം പറഞ്ഞത് നീ അവൻ്റെ മേൽ തുടരുത്, അവൻ്റെ പ്രാണനെ തുടരുതെന്ന്. എൻ്റെ ഒരു ആത്മീയ ചിന്തയെന്ന് പറഞ്ഞാൽ ഈ പ്രാണൻ എന്ന് പറയുന്നത് യോബിൻ്റെ മേൽ തുടരുതെന്ന് ദൈവം ഒരിടത്ത് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ പ്രാണൻ എന്ന് പറയുന്നത് ഈ ആദാമിൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞ പുള്ളിയുടെ പ്രാണനായിരുന്നല്ലോ ഹൗവ. അതല്ലേ പഴം കൊണ്ട് കൊടുത്തപ്പോൾ ദൈവം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പ്രാണൻ നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് പ്രാണിയുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചു തിന്നത്. പോട്ടെ, ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ പ്രാണൻ എന്ത് ചെയ്തു? പ്രാണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തിന്ന് പ്രാണനും പ്രാണിയും കൂടെ എന്ത് ചെയ്തു? മരത്തിൻ്റെ ഒട്ടിൽ ഒളിച്ചു എന്ന് പറഞ്ഞതുപോലെ പ്രാണനെ തുടരുത്. എൻ്റെ ഒരു ആത്മീയ ചിന്ത. യോബിൻ്റെ ഭാര്യയെ തുടരുതെന്നായിരിക്കണം അവിടെ പറഞ്ഞത്. എടുത്ത് പറയുന്നില്ല, പ്രാണനെ തുടരുത്. ഇനി യോബിൻ്റെ പ്രാണനെ ആകട്ടെ, അങ്ങനെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മേൽ തുടരുതെന്ന്. അപ്പോൾ പ്രാണനെ, ജീവനെ തുടരുത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് ആ പ്രാണനെ തൊട്ടില്ല, അതായത് പേരില്ലാത്ത യോബിൻ്റെ ഭാര്യയെ തൊട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. നീ നിൻ്റെ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് മരിച്ചു കളക എന്ന് പറഞ്ഞ് അവർ മുങ്ങി. ഈ പ്രാണനെ കൊണ്ട് പിന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രാണനെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ ശരിയാവത്തില്ല, ഈ പ്രാണി അങ്ങ് പോയി. അങ്ങനെ ഈ പ്രാണി പോയി കഴിഞ്ഞാൽ അടുത്ത 3 പ്രാണന്മാർ വന്നു. 3 പേരിങ്ങോട്ട് വന്ന് യോബിൻ്റെ കട്ടതയിൽ 7 ദിവസം കൂടെ ഇരുന്നിട്ട്, ഞാൻ ആ ഭാഗം വിടുകയാണ്, 7 ദിവസം കൂടെ ഇരുന്നിട്ട് പൂഴി വാരി എറിഞ്ഞും. പക്ഷേ അവരെ സമ്മതിക്കണം കേട്ടോ. ഈ ശരീരം പുഴുത്ത് ഓട്ട് കഷണം കൊണ്ട് പുഴുവിനെ ചിരണ്ടിയെടുക്കുക. മനുഷ്യ ശരീരം പുഴുത്താൽ എത്രത്തോളം അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം ഈ പുഴുത്ത് കിടന്ന പലരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അവസാന ഘട്ടങ്ങളിൽ ഈ പുഴുത്ത് കിടക്കുമ്പോൾ ആരും കാണത്തില്ല. ഇപ്പം നമ്മൾ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് സെൻറ്റും പൂശി എന്തൊക്കെ വാരി പൂശാമോ അതൊക്കെ തൂത്തുകൊണ്ട് നടക്കും. പക്ഷെ പുഴുത്ത് കഴിഞ്ഞാൽ എന്തടിച്ചാലും അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ വരും. പക്ഷെ ഇവർ 7 ദിവസക്കാലം ഈ 3 എണ്ണം കൂടെ കൂടി, യോബിൻ്റെ സ്നേഹിതന്മാർ 3 പേര് കൂടി വന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് 2:11 മുതൽ 13 വരെയുള്ള വാക്യം. തേമാന്യനായ എലീബസും സൂഹ്യനായ ബിൽദാദും നയമാത്യനായ ശോഭർ, ഇവർ 3 പേരും കൂടെ അങ്ങോട്ട് വന്നിരുന്ന് ഒരാഴ്ച ഇരുന്ന് ദുഃഖത്തിൽ പങ്കുചേർന്നു എന്ന് വയ്ക്കാം. കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 3-ാം അധ്യായത്തിൽ ഇദ്ദേഹം ജന്മദിവസത്തെ അങ്ങോട്ട് ശപിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ യഹോവ തന്നു
മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും പറഞ്ഞു യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ മനുഷ്യൻ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശാപവാക്കുകൾ താൻ പറയുവാൻ തുടങ്ങി. ശാപവാക്കുകൾ പറയുക. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ചിന്താ വിഷയം. ദൈവം തന്നു, ദൈവം എടുത്തു. നമ്മളാണെങ്കിൽ പറയും, കറക്റ്റായിട്ട് നമ്മളൊക്കെ പറയും ദൈവം തന്നു, പിശാചെടുത്തെന്ന് പറയും. പിശാച ഒരു മനുഷ്യൻ്റെയും ജീവനെ എടുക്കാൻ പിശാചിന് അധികാരം ഇല്ല. ദൈവം അറിയാതെ ഒരു തലമുടി പൊഴിയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ, വിശുദ്ധിയുടെ വേർപാടോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് എത്രവിധ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നറിയാം. ഇതിപ്പോൾ ഇയ്യോബിനെ തൊടാൻ ദൈവം സമ്മതിച്ചിട്ടല്ലേ തൊട്ട്. കാരണം ഇയ്യോബ് തള്ളി പറയത്തില്ലെന്ന് ഇയ്യോബിൻ്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാനൊക്കെ ദൈവം ചെയ്തതായിരിക്കണം. നമ്മളാണെങ്കിൽ നിൽക്കില്ല ആ സമയത്ത്. നമ്മളാണെങ്കിൽ പ്രസംഗിക്കുന്ന നമ്മളാരും എന്ത് ചെയ്യില്ല. 10 മക്കളുണ്ട്, 10 എണ്ണത്തിനെ കൊണ്ടുവന്ന് നിരത്തി ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ നിൽക്കുമോ? ഒരെണ്ണത്തിനെങ്കിലും തന്നൂടെ ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പുറകുറുക്കത്തില്ലേ വന്നു. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാരണം 3-ാം അധ്യായത്തിൽ ശപിക്കുന്നു. അങ്ങനെ ഈ 3 പേരും കൂടെ കൂടി മൂന്ന് സ്നേഹിതന്മാരും കൂടെ ഇയ്യോബിൻ്റെ പുസ്തകം 2:11 മുതൽ 13 വരെയുള്ള വാക്യമാണ്. 3 പേരും കൂടെ കൂടി ഇരുന്നവർ 4-ാം അധ്യായത്തിലേക്ക് അങ്ങോട്ട് തുടങ്ങി. 4-ാം അധ്യായം 31 അധ്യായം വരെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദവും വഴക്കും ബഹളവും എന്നൊക്കെ പറയാം. പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ പറയാം. നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. 4-ാം അധ്യായം വരുമ്പോഴത്തേക്ക് യവന്മാർ നമുക്കെതിരെ തിരികെയും ചെയ്യും. അപ്പോൾ ഈ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനെയൊക്കെ ശ്രദ്ധിച്ചോളാം. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ വേദനയിലും നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്നവൻ ഇതുപോലുള്ള സ്വഭാവം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം നമ്മൾ. അപ്പോൾ ആത്മാർത്ഥതയോടെയാണോ പ്രാർത്ഥിക്കുന്നതെങ്കിൽ 4-ാം അധ്യായത്തിലോട്ട് ചെന്നിട്ട് പറയുന്ന കേട്ടില്ലേ, നയമാത്യനായ തേമാന്യനായ എലീബസും സൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോബറും യവന്മാർ 3 ഒരുത്തൻ അങ്ങോട്ട് തുടങ്ങി 4-ാം അധ്യായത്തിൽ. പിന്നെ അങ്ങോട്ട് മാറി 31 അധ്യായം വരെ യവന്മാർ 3 കൂടെ പായിട്ടാൻ തുടങ്ങി. അത് കണ്ട് 32ലേക്ക് വന്നപ്പോൾ വേറൊരുത്തൻ ഇങ്ങോട്ട് വന്നു. എലീഹു എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇങ്ങോട്ട് വന്നു. പ്രായത്തിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നു, പ്രായത്തിൽ കുറഞ്ഞവനാണ്, ഇനി ഞാൻ അങ്ങോട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. എല്ലാവരും കൂടെ വേദനിപ്പിച്ച് പുള്ളി ഒരു പരുവാക്കി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ് 38ലേക്ക് ദൈവം ഇയ്യോബിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു, ഇനി ഞാനങ്ങോട്ട്, ഇവന്മാരാരും സംസാരിക്കണം, ഇനി ഞാനങ്ങോട്ട് സംസാരിക്കാം, നീ അരമുറുക്കിക്കൊള്ളുക, കേൾക്കുക. ചുഴലിക്കാറ്റിലെ 38 തൊട്ട് 41-ാം അധ്യായം 1-ാം വാക്യം വരെ വന്നു. സംസാരം തുടങ്ങി ദൈവം. 42-ന്റെ 2ലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു, അയ്യോബ്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ കാണുന്നു. എപ്പോഴാ? അടുത്ത് പറയുന്നു, എൻ്റെ തൂക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ നിന്നെ കാണും. അടുത്താണ് സ്നേഹിതന്മാരെല്ലാം കൂടെ വിളിച്ച് അവിടുന്ന് യോബിൻ്റെ അടുത്ത് വന്ന് എല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്ന് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോബിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് എല്ലാവരും എടുക്കുന്ന ഒരു വിഷയം. 40-ന്റെ 5, 6 തൊട്ട് അങ്ങോട്ട് താഴോട്ട് 12 വരെയുള്ള വാക്യം എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരാം. പ്രതിസന്ധികളിൽ കൈവിടാത്ത ദൈവം. ഞാനൊരു 2 ചിന്ത കൂടെ തന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് 16-ാം അധ്യായം, ശമൂവേൽ എഴുതുന്ന പുസ്തകം 16-ാം അധ്യായം 17-ാം അധ്യായം,
ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 30 മുതൽ 37 വരെ വായിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അത്രയും വായിക്കാൻ സമയമില്ലെങ്കിൽ 37-ാം വാക്യം വായിച്ചാൽ മതി. അവിടെ പറയുന്നത്, അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ കരടിയുടെയും സിംഹത്തിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷിച്ച ദൈവം ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ബാക്കി കാര്യങ്ങളെല്ലാവരും പ്രസംഗിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഏത് പ്രതിസന്ധിയിൽ കരടിയുടെ വായിലാകട്ടെ, സിംഹത്തിൻ്റെ വായിൽ നിന്നാകട്ടെ, സിംഹത്തേക്ക് വെറും കൈയോടുകൂടി അങ്ങോട്ട് ചെന്നതിൻ്റെ സിംഹം വിടുവോ? കരടി വിടുവോ? എന്തിനാ വന്നേ? അപ്പൻ്റെ ആടുകളെ മോഷ്ടിക്കാനാണ് വന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഈ ആടുകളെ, ദൈവസഭയിലെ ആടുകളെ മോഷ്ടിച്ചു കൊണ്ട് പോകുന്നതെല്ലാത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കരടിയാണ്. പുറമെ മീശയും പഠിച്ച് വെള്ളക്കുപ്പായവും ധരിച്ച് കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് ഒക്കെ ഇരിക്കും, പക്ഷേ അവൻ്റെ അകത്ത് കരടിയാണ്. പിന്നെ വേറൊരു പാർട്ടിയാണ് ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് വേറൊരു പാർട്ടിയാണ് സിംഹം. ഈ സിംഹം യഹൂദ ഗോത്രത്തിലെ സിംഹം അല്ലേ യഥാർത്ഥ സിംഹം, ഇവിടുത്തെ ഭൂമിയിലെ സിംഹം. ഇതിൻ്റെയൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എന്തെങ്കിലും ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, ഉടനെ എന്ത് പിണങ്ങി അപ്പുറത്തോട്ട് മറുകണ്ടം ചാടി 4 കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ആടുകളെ അപ്പനെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഒത്തിരി വേദന അനുഭവിച്ച ഒരാത്മാക്കളെയൊക്കെ നേടുന്നത്. അതിനെ പിടിച്ചോണ്ടാകും, വലിച്ചോണ്ടാകും. പക്ഷെ ആ ദൈവദാസൻ്റെ കണ്ണുനീര് ഭയങ്കരമാണ് കേട്ടോ, ശരിയാവില്ല. അതുകൊണ്ട് 10 നേടി ഒരു സഭ തള്ളിക്കൂട്ട്. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുത്ത ഒരു ഇടയൻ്റെ കീഴിൽ നിൽക്കുന്നതിനെ പിടിച്ചോണ്ട് പോകുന്നതാണ് കരടികൾ, സിംഹങ്ങളും. അത് വളരെ മനസ്സിലാക്കണം. പത്രോസിനെ കണ്ടില്ലേ? കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കി, അതിനു മുമ്പേ പുള്ളി എന്ത് ചെയ്തു? അടക്കം കഴിഞ്ഞു. പുള്ളിയൊന്നുമല്ല അടക്കിയത്, അതൊക്കെ വേറെ ആൺപിള്ളേരാ. യോഹന്നാൻസുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നില്ലേ, ഞാൻ മീൻ പിടിക്കാൻ പോവുക, അതുകൊണ്ട് നിങ്ങളും കൂടെ വാ, കൂടെ ഉള്ളവനെ വിളിച്ചോണ്ട് പോയി. അത് ഒന്ന് കൂടെയുള്ളവനെ വിളിച്ചോണ്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ സഭയിൽ, ശരീരമാ സഭയിൽ ആരാധിക്കുന്ന കൂട്ടരെ വിളിച്ചുകൊണ്ടത് 3 കൂട്ടരാണ്. ഒന്ന്, പത്രോസ് അകലം വിട്ടു. അപ്പോൾ ക്രിസ്തുവുമായി അകലം വിട്ടവൻ കൂടെയുള്ളവനെ വിളിച്ചോണ്ട് പോകും. രണ്ടാമതായിട്ട് കരടി പിടിച്ചോണ്ട് പോകും. മൂന്നാമതായിട്ട് സിംഹം പിടിച്ചോണ്ട് പോകും. ഈ 3 കൂട്ടരെയും ശ്രദ്ധിക്കണം. അകലം വിടുന്നവനെയും ശ്രദ്ധിക്കണം, അകലം വിട്ട് നിൽക്കുന്നവനെയും ശ്രദ്ധിക്കണം, കരടിയുടെ സ്വഭാവമുള്ളവനെയും ശ്രദ്ധിക്കണം, സിംഹത്തിൻ്റെ സ്വഭാവമുള്ളവനെയും ശ്രദ്ധിക്കണം. ഈ 3 കൂട്ടരെയും ശ്രദ്ധിക്കണം. ഇത് ആട് മോഷ്ടാക്കളാണ്. ഇനിയും കാണുമായിരിക്കും. പിന്നെ വേറൊരുത്തൻ പറഞ്ഞു, ഈ 14-ാം അധ്യായത്തിൽ, എൻ്റെ വിഷയം അതല്ല കേട്ടോ, 14-ാം അധ്യായത്തിൽ വേറൊരുത്തൻ ഒരു കാര്യം പറഞ്ഞു. ഈ ഉൽപ്പത്തി പുസ്തകം 14 അബ്രാഹാം യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, നിൻ്റെ ആടുകളെ എനിക്ക് ഇങ്ങ് തരാം. 14-ാം അധ്യായം വായിച്ചോണം. ആടുകളെ ഇങ്ങിതാ, നിനക്കെന്ത് വേണമെങ്കിലും തരാൻ. നമ്മളാണെങ്കിൽ അന്നേരം ചാടി വീണേനെ. ആടുകളെ ഇങ്ങ് തന്നാൽ, നിൻ്റെ ആടുകളെ എനിക്ക് ഇങ്ങ് തരാൻ. വിലയ്ക്ക് വാങ്ങിക്കാൻ നടക്കുക, മനസ്സിലായില്ലേ? ചിലരങ്ങനെ വിലയ്ക്ക് വാങ്ങിക്കുക സഭയെ. ഇത്ര രൂപ തന്നാൽ ഞാൻ സഭയെ തരാം. അങ്ങനെയുള്ളത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. സഭ വിലയ്ക്ക് കൊടുക്കുന്ന പാർട്ടികൾ. അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ച പാർട്ടികളെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. വചനം ഉണ്ടല്ലോ, അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഉൽപ്പത്തി 14 കിടപ്പുണ്ടല്ലോ. അങ്ങനെ അവൻ്റെ ഇരിക്കുന്ന ആത്മാവേദ, കരടിയുടെ ആത്മാവേദ, സ്വഭാവമുള്ളവൻ്റെ ആത്മാവേദ. നമ്മളാരെയും കുറ്റം പറയുന്നല്ല, ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കും.
അപ്പം ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ 4 പേര് 4 പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഇയ്യോബിനെ കരടിയുടെ വായിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിച്ചത് ദാവീദാണെങ്കിലും ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16:13 വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തൈലം അവൻ്റെ മേൽ വീണതാ, കൊമ്പിൽ നിറച്ച അഭിഷേകത്തൈലം അവൻ്റെ തലയിൽ വീണതാ, അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാതെ പറ്റൂല. ശിംശോൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോഴാണ് സിംഹത്തെ വലിച്ചു കീറിയത്, അടിച്ചു അവൻ്റെ പല്ല് പറിച്ചത്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ ആത്മശക്തി, പവർ ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുക 17:37, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 17:37, അങ്ങനെയാണെങ്കിൽ ഈ ഫെലിസ്ത്യ മല്ലനെ കണ്ട് മാറി നിൽക്കുന്ന വലിയ പുള്ളികളുടെ നോക്കാതെ കരടിയുടെ വായിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച ദൈവം ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു കുടുംബത്തിൽ ഇയ്യോബും ജീവനോടെ ഉണ്ട് എങ്കിലും ശരീരം മുഴുവനും പഴുത്തളിഞ്ഞ അവസ്ഥയിലാണ്. ഇയ്യോബിൻ്റെ ഭാര്യ, അങ്ങനെ 6 പേര് ആ ഭാഗത്ത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇയ്യോബ് ലാസ്റ്റിലാണ് രക്ഷപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 23:11, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിൽ സാക്ഷീകരിക്കണം. അവിടം തൊട്ട് ഇങ്ങോട്ട് പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ 27:10 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ആകപ്പാടെ കപ്പലിൽ 276 പേരുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 27:37, ഞങ്ങൾ ആകപ്പാടെ കപ്പലിൽ 276 പേരുണ്ടായിരുന്നു. പക്ഷേ 276 പേരോടും 5 പേരോടും അപ്പോസ്തലനായ പൗലോസ് ഒരു ആലോചന പറഞ്ഞു. ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് ഏറിയ കട്ടനട്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു. ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയരുതെന്നാണ് പറയുന്നത്. എടാ, ഇങ്ങനെയൊക്കെ കണ്ടത് പറഞ്ഞെങ്കിലല്ലേ, ജനത്തെ പേടിപ്പിക്കുന്നതല്ല. നമ്മളിത് പറഞ്ഞെങ്കിലേ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റൂ. ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ കുറ്റം, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുറ്റം, എല്ലാം കുറ്റങ്ങളാണ്. എന്തോ ആയാലും പോട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തും. നമ്മളങ്ങ് മിണ്ടായി സൈലൻ്റായി കൊടുത്താൽ മതി, അല്ലാതെ രക്ഷയില്ല. കാരണം അലറുന്ന സിംഹം എന്ന പോലെ ഇപ്പോൾ ഊടാടി കിടക്കുക, മീഡിയയും അതും ഇതുമൊക്കെ ഊടാടി കിടക്കുക, അലറുന്ന സിംഹം എന്ന പോലെ. അപ്പോൾ വാഗ്ദത്തം പറഞ്ഞു, യാത്ര ആരംഭിച്ചു, യാത്രയിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞു. ആരും കേട്ടില്ല, അനുസരിച്ചില്ല. ആദ്യം മന്ദമരുതൻ കാറ്റടിച്ചു, പിന്നെ ഈശാനമൂലെന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ പായ്ക്കപ്പലായിരുന്നു, പാറിപ്പോയി. അങ്ങനെ അവരിങ്ങനെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 27, 22, 23 വാക്യങ്ങൾ, ഞാൻ സേവിച്ചു വന്ന എൻ്റെ ഉടയവൻ രാത്രിയിൽ എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ പ്രാണങ്ങൾക്ക് ഹാനി വരത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 27:37 അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ കപ്പലിൽ ആകപ്പാടെ 276 പേർ. അവിടെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ കപ്പൽ 41-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, അമരം ഉടഞ്ഞുപോയി. തിരയുടെ കേമത്താൽ അമരം ഉടഞ്ഞിട്ട് സകലതും പാളി പീസായെങ്കിലും ചിലർ പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടു, ചിലർ നീന്തി രക്ഷപ്പെട്ടു. പക്ഷെ ഞാനൊരു ദൂത് പറയാം, വാഗ്ദത്തമുള്ളവന് പ്രശ്നമുണ്ട്.
എന്നാൽ കപ്പൽ പൊളിച്ച് അടുത്തില്ലെങ്കിലും കപ്പൽ പൊളിച്ച് അതിൻ്റെ പലകയിൽ പിടിച്ചിട്ടായാലും ദൈവം പറഞ്ഞതാണെങ്കിൽ അത് നടന്നിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 23:11 എന്നെ പ്രശ്നം വന്നാലും രക്ഷകനായ ക്രിസ്തു ഉണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. രാജവൈഡകൽക്കമനം. അപ്പോൾ അത് ഒരു വലിയൊരു ചിന്താ വിഷയമല്ലേ. അവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടായി. അവർ എത്രയോ ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അവർ ആദ്രിയ കടൽ അവർ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. എവിടെയൊക്കെ മണ്ണ് തിട്ടയിൽ ഇടിച്ചു തകരുമെന്ന് വിചാരിച്ചു, അവിടെ തകർന്നില്ല. പട്ടിണി കിടന്നു. പക്ഷെ ഒരുത്തൻ അതിനകത്തുണ്ടായിരുന്നു. 275 പേരുടെ ഇടയിൽ ധൈര്യം കൊടുക്കുന്ന, ജനത്തെ ഭയപ്പെടരുതെന്ന് പറയുവാൻ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുവാൻ ഒരു അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് അപ്പോസ്തലന്മാരൊന്നും ഇല്ല. ഇന്നത്തെ അപ്പോസ്തലന്മാരെ നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല. ബൈബിളിലെ അപ്പോസ്തലന്മാരില്ലെന്നാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. ഒരു പൗലോസ് അപ്പോസ്തലനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ആർക്കും പ്രാണന് ഹാനി വരത്തില്ല. അപ്പം ഏതാത്മാവാണോ? നേരത്തെ പറഞ്ഞില്ലേ, 10 പറഞ്ഞ് ഈ യാത്ര ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് കട്ടനഷ്ടം വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 22 പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 22:23 നമ്മുടെ പ്രാണങ്ങൾക്ക് ഹാനി വരത്തില്ലെന്ന്. കാരണം ദൈവസന്നിധി ഇടിവിൽ നിന്നാൽ ഇതൊക്കെ മാറും. അതുകൊണ്ടായി പറയുന്നത്, പേടിപ്പിക്കാനല്ല. പാറശാല ഒരു മോൻ മരിച്ചു, വാഹനാക്സിഡന്റ്. അവൻ ഡോക്ടറാകുമെന്ന് എല്ലാവരും പ്രവചിച്ചു. ഒരു മോൻ മരിച്ചു. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എൻ്റെ മോൻ ഡോക്ടറാകുമെന്ന് പറഞ്ഞു. ശരി, അവൻ എൻട്രൻസ് എഴുതി കിട്ടി, അവൻ ഡോക്ടറിനെ പഠിക്കാൻ പോയി. പക്ഷെ എന്തുകൊണ്ട് അവൻ ഇങ്ങനൊരു അപകടം ഉണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചില്ല? ഇന്നും ആ ചോദ്യം എൻ്റെ ഉള്ളിലിരിക്കുക. എന്തുകൊണ്ട് അറിയിച്ചില്ല? ഇവിടെ പൗലോസ് അറിയിച്ചില്ലേ? ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമാണ്. അപ്പോൾ ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, ദൈവാത്മാവ് ഒരു ദൂത് കൊടുത്താൽ അതിന് വിക്കൊന്നുമില്ല. അത് വ്യക്തത വേണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കൈക്കിളിപ്പെടുത്താനും കൈയടിപ്പിച്ച് സൂചിപ്പിക്കാനോ കുറച്ച് വ്യൂസ് കൂട്ടാനോ ഒക്കെ എന്ത് ചെയ്യുക? നമുക്ക് പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അങ്ങനല്ല. ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും കട്ടനട്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. അതല്ലേ ദൂതൻ രാത്രിയിൽ ഇടപെട്ടത്. അപ്പോസ്തലപ്രവൃത്തി 22:23 ഞാൻ സേവിച്ചു വന്ന ഉടയവൻ എൻ്റെ ദൈവം ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രാണങ്ങൾക്ക് ഹാനി വരത്തില്ല. കാരണം എന്താ? ഇടിവിൽ നിൽക്കാൻ ഒരുവനുണ്ടെങ്കിൽ, ഒരു പ്രശ്നം വരുമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ ഒരുവനുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടൊരുവനുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ് ഈ 275 പേരെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് കൂടെ പറയാം. ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം, വചനത്തിൽ കൂടെ തന്നെ. ആത്മാക്കൾക്ക് വേണ്ടി ദൈവസഭകൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, 275 പേരെ നിങ്ങൾക്കും തരാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ലേ? 275 പേരെ നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു കണ്ടില്ലേ? ഈ 275 പേരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇടിവ് നിൽക്കാൻ ഒരാൾ വേണം, പരിപാലിക്കാൻ ഒരാൾ വേണം, വിശുദ്ധിയിൽ നടത്താൻ ഒരാൾ വേണം, ഉപദ്രവിക്കുവാനല്ല. നമുക്ക് ആത്മീയമുള്ള നമുക്ക് നേരെ കൊണ്ടുപോകാം. എൻ്റെ ചിന്താവിഷയം അതല്ല.
പക്ഷെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 23:11 പറഞ്ഞത് ഇടയ്ക്കുള്ള വിഷയങ്ങൾ പ്രസംഗിച്ച അനുഭവിച്ച വേദനകൾ, കഷ്ടതകൾ, പോരാട്ടങ്ങൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് വായിക്കുന്നവർക്കല്ലേ മനസ്സിലാവത്തുള്ളൂ. പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല, വചനം ധ്യാനിക്കത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾക്ക്. ഇവിടുത്തെ ഇത്രയും ഭാഗം വായിച്ചാൽ മതി. പക്ഷെ ദൈവം പറഞ്ഞു, ആ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28-ാം അധ്യായം 15-16 അവർ എത്തിയ ശേഷം അപ്പോൾ എത്തിയല്ലോ. പക്ഷെ പ്രശ്നങ്ങളിൽ കൂടെയാണ് എത്തിയത്. അപ്പോൾ ഒരു വാഗ്ദത്തത്തിലേക്ക് എത്തണമെങ്കിൽ ചില പ്രതിസന്ധികൾ കടക്കേണ്ടി വരുമെന്ന് എന്നെ പഠിപ്പിക്കുന്നതാണ് ശരി. അല്ലാതെ പ്രതിസന്ധികളൊന്നുമില്ലാതെ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുക. ദൈവം വിടുവിക്കും. ഈ കപ്പൽ ഛേദത്തെയും ദൈവം വിടുവിച്ചില്ലേ? 27-44 വാക്യത്തിലാണ് പറയുന്നത്, ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാം രക്ഷപ്പെട്ടു. അതാണ് 28-1 രക്ഷപ്പെട്ട ശേഷം മെലിത്തായിലെത്തി. 28-15-16 റോമിലെത്തി. ഒരുത്തനുണ്ടായിരുന്നത് കൊണ്ടാണ് ബാക്കി ഭാഗമൊക്കെ ഞാൻ വിടുക. അപ്പോൾ ഏത് പ്രതിസന്ധികളിൽ ഈ പറഞ്ഞതുപോലെ കപ്പൽ ഛേദം വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, ഏതും വരട്ടെ, പക്ഷെ നമ്മൾ ആ നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലല്ല. ഞാൻ പ്രോസ്പെരിറ്റി തന്നെയാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലല്ല. ഞാൻ ഒരുത്തൻ അവിടുന്ന് വഴുതിപ്പോന്നു, ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. യോബ് അതിനകത്തൊന്ന് മാറി നിന്നു. യോബിൻ്റെ ഭാര്യ മാറി നിന്നു. ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയേ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രതിസന്ധികളിൽ ദൈവം വിടുവിക്കും. പ്രതിസന്ധികൾ വരും. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ, നമ്മെ ഒന്ന് ദൈവത്തോടു കൂടെ അടുക്കാൻ, ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെയാണ് പ്രതിസന്ധികൾ. ഇതാർക്കും പ്രതിസന്ധിയൊന്നും വേണ്ട. പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെയും പുറപുറത്ത്, വീട്ടുകാരെയും പുറപുറത്ത്, നാട്ടുകാരെയും പുറപുറത്ത്, സഭ പാസ്റ്ററേയും പുറപുറത്ത്, പാസ്റ്റർക്ക് കൃപയില്ലെന്നും പറഞ്ഞ് അവരൊക്കെ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ. ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാർ എത്രയോ ഉണ്ട്. എത്രയോ പേര് കരയുന്നവരുണ്ട് ജനത്തിന് വേണ്ടി. അപ്പം 100 ഉണ്ടെങ്കിൽ 5 തെറ്റിപ്പോയെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും 95 തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കങ്ങനെ എല്ലാം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട് 100 വണ്ടി ഓടുന്നെങ്കിൽ, 100 പ്രൈവറ്റ് ബസ് ഓടുന്നെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ വരികയോ ചെയ്യുന്നത്. ബാക്കി 99 ലക്ഷ്യത്തിലെത്തുന്നില്ലേ? അതുപോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും, ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ കരയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവശക്തിയായ കൊടുങ്കാറ്റ് അങ്ങോട്ട് അടുപ്പിച്ചു, കിഴക്കൻ കാറ്റ്. പക്ഷെ വെള്ളമേ എന്ത് ചെയ്തുള്ളൂ? മാറിയുള്ളൂ. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്തമുള്ള ദൈവജനത്തിൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. പിന്നെ ഒരു ദൂത്, ചെങ്കടൽ 2 വിഭാഗിച്ചെങ്കിൽ അത് ദൈവജനത്തിന് വേണ്ടി തുറന്ന വാതില. അതിലൂടെ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു തുറന്നതല്ല. അവൻ പുറകെ വന്നാൽ അവന് നാശമാണ്. ദൈവജനത്തിന് വേണ്ടി തുറക്കുന്ന വാതിൽ അത് ചെങ്കടലാകട്ടെ, ഏത് വാതിലാകട്ടെ, അത് ദൈവജനം തന്നെ അതിലൂടെ കടന്നു പോകണം. അതിൻ്റെ പുറകെ വരുന്നവനെ അവന് നാശമാണ്. അതുകൊണ്ട്
ദൈവജനത്തിന് വേണ്ടി തുറക്കുന്ന വാതിൽ അവർ യാത്ര ചെയ്യട്ടെ, അവർ സഞ്ചരിക്കട്ടെ, അവർ പോകട്ടെ. ശദ്രക് മേശക് അബേദ്നഗോവിനെ ദൈവം രക്ഷിച്ചില്ലേ? ദാനിയേൽ പ്രവചനം 1:16-17. സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചില്ലേ? വിടുവിച്ചില്ല. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധി വീണു, ഉപസിച്ചു, പ്രാർത്ഥിച്ചാലും പ്രതിസന്ധിയിൽ പോയി വീഴും. പക്ഷേ അവിടുന്ന് രക്ഷിക്കുന്നതാണ് വിഷയം. അവിടെ ദാനിയേലിനെ രക്ഷിച്ചു. തീച്ചൂളയിൽ നിന്ന് ദാനിയേൽ പ്രവചനം 6:10 മുതലുള്ള വാക്യങ്ങൾ താഴ്ത്തു വായിച്ചാൽ അവിടെ അറിയാം, സിംഹങ്ങളുടെ ഗുഹയിൽ വീഴേണ്ടി വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കർത്താവേ, പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വരും. ഇവിടെ യോബിൻ്റെ പുസ്തകത്തിൽ 4 പേർ അവിടെ രക്ഷപ്പെട്ടു വന്ന് ഞാൻ ഒരുത്തൻ മാത്രം എന്ന് അവർ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബം, എൻ്റെ സഭ, അതുപോലെ മറ്റുള്ളവരും അങ്ങനെ വരട്ടെ. ആരും പ്രതിസന്ധിയിൽ പോയി അകപ്പെടാതെ എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം വൻകാര്യങ്ങളെ ചെയ്യട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടെ 4 പ്രതിസന്ധികൾ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കണ്ടു, വായിച്ചു. ആ 4 പ്രതിസന്ധികളിൽ 4 പേരെ രക്ഷിച്ച ദൈവം. കപ്പൽ ചേർത്ത് 276 പേരെയും പൗലോസ് അടക്കം രക്ഷിച്ച ദൈവം. സിംഹങ്ങളുടെയും കരടിയുടെയും കയ്യിൽ നിന്ന്, ഗോലിയത്തിൻ്റെ കരങ്ങളിൽ നിന്നും ദാവീദിനെ രക്ഷിച്ച ദൈവം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നും, കരടിയുടെ വായിൽ നിന്നും, സിംഹങ്ങളുടെ വായിൽ നിന്നും, മല്ലനായ ഗോലിയത്തുമാരുടെ കരങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനായവനുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അല്പസമയം തിരുവചന ചിന്തയുമായി അങ്ങയുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനത്തിൽ കൂടെ ചില വ്യക്തിജീവിതങ്ങളെ പരിചയപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയന് കൃപ തന്നതോർത്ത് നന്ദി പറയുന്നു. 1000 നന്ദി പറയുന്നത്. അനേകർക്ക് ഇതൊരു വിടുതലായി, അനുഗ്രഹമായി തീരുവാൻ, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ച വ്യക്തി ജീവിതങ്ങളെ കണ്ടുകൊണ്ട് അതുപോലെ ഞാനും കുടുംബവും ആയിത്തീരുമെന്നും ഞങ്ങളുടെ സഭയായിത്തീരുമെന്നും അങ്ങനെ വചനം കേൾക്കുന്ന എല്ലാവരും അല്ലാത്തവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ നിന്ന് എല്ലാവരെയും അവിടെ നിന്ന് വിടുവിക്കണമേ. മത്തായി 5:45 പറയുന്നത് പോലെ കർത്താവെ, മഞ്ഞും വെയിലും കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും കൊടുക്കുന്നത് പോലെ, മഴ കൊടുക്കുമ്പോൾ എല്ലാവർക്കും, വെയിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ദൈവം എല്ലാവരെയും അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ഓരോരുത്തരിലും വെളിപ്പെടണം. 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഒരു നീതിയായ ഭരണം നടത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു വാഗ്വാദങ്ങളോ വിദ്വേഷങ്ങളോ ഇല്ലാതെ കർത്താവെ, ആമേൻ, ഭരണം നടത്തുവാൻ ഓരോ വ്യക്തികൾക്കും അവിടുന്ന് കൃപ കൊടുക്കണം. എല്ലാവർക്കും ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഓരോ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃകൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട്, കുടുംബത്തോട്, കുഞ്ഞുങ്ങളോട് മനസ്സറിയണം. കടഭാരത്തിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്. എല്ലാത്തിൽ നിന്നും ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവർക്ക് വേണ്ടതായ നന്മകൾ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ,
അവിടുത്തെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗിയായി കിടക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡോക്ടേഴ്സ്, നഴ്സുമാരെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം വക്കീലന്മാർ, കർത്താവേ സ്തോത്രം, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. അതിനായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് ചെയ്യുവാൻ ഈ റൂം അടിയൻ ഒരുക്കി തന്നതോർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ വിട്ടുന്ന ഭവനം, പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ 3 പേരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. ദൈവപ്രവൃത്തി വെളിവ് ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മുഴുമകത്തോടെ എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം കൊടുക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടും. തിരുനാമം മഹത്വത്തിനാക്കി തരണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.